എയ്ഡ്സ് രോഗം, പെരുമ്പാവൂർ ഡ്രഗ്സ് ഹബ്ബ്, പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി പെരുമ്പാവൂർ പറ്റിയ സാമൂഹിക വിപത്തിനെ അഭിമുഖീകരിക്കുന്നുണ്ട്. എയ്ഡ്സ് രോഗം ഏത് പ്രായത്തിലുള്ള സ്ത്രീകളെ നമുക്ക് വേണം. ക്യാമറ സെറ്റപ്പോടുകൂടി CCTVയുടെ എല്ലാ സൗകര്യവും കൂടെ ഒരു വ്യഭിചാരശാല ഈ ബായ്ക്കൊള്ളിയുടെ ഉള്ളിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ നിയമ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല, ആരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായി തൂഫാൻ തുടങ്ങി. പക്ഷെ അതിനു മുമ്പേ പെരുമ്പാവൂരിലൊരു തൂഫാൻ നടന്നിട്ടുണ്ട്. 22 വയസ്സേ ആയിട്ടുള്ളൂ. പക്ഷെ അവൻ പറഞ്ഞു ഇവിടെ വന്നാൽ പെണ്ണും ലഹരിയും എനിക്ക് കിട്ടും, എൻ്റെ നാട്ടിൽ നിന്നാൽ എന്നെ മറ്റുള്ളവർ അറിയുള്ളൂ. ഇവിടെ ഇതര സംസ്ഥാന തൊഴിലാളികൾ മാത്രമൊന്നുമല്ലാട്ടോ കുഴപ്പക്കാർ. അവരുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ലഹരിയോടൊപ്പം തന്നെ അനധികൃത കെട്ടിട ഉടമകളുണ്ട്. ഇവിടുത്തെ പെൺവാണിഭം വലിയൊരു പരിധി വരെ വളരാൻ ഇവർ സഹായിക്കുന്നുണ്ട്. നമസ്കാരം, ഞാനിപ്പോൾ നിൽക്കുന്നത് പെരുമ്പാവൂരിലെ ബായി കോളനിയുടെ അടുത്താണ്. ഇവിടെ ഒരു സമരപ്പന്തലൊക്കെ ഉണ്ട്. ഇവിടെ ഡ്രഗ്സ് ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകൾ നടത്തുന്ന ചെറിയൊരു സമര പരിപാടി നടക്കുന്ന സ്ഥലമാണ്. ഇപ്പോൾ എന്നോടൊപ്പം നൗഷാദ് മാഷ് ചേരുന്നുണ്ട്. മാഷെ, ഇവിടുത്തെ ഒരു ലഹരി ഉപയോഗമൊക്കെ ഭയങ്കര വലുതാണല്ലേ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ 2022 ആ വർഷം അവസാനം മുതൽ ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയുണ്ട്. ലഹരി വിരുദ്ധ പോരാട്ടം എന്നാണ് അതിൻ്റെ പേര്. അത് രജിസ്റ്റേർഡ് സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റേർഡ് സംഘടനയാണ്. അതിൻ്റെ ജനറൽ കൺവീനറാണ്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഈ രംഗത്തേക്ക് ഇറങ്ങിയെന്ന് പറയുന്നത്, നമുക്ക് ഒരുപാട് എതിർപ്പുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എല്ലാ തരത്തിലും. പക്ഷേ നമ്മുടെ നാട് വലിയൊരു പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്നുണ്ടെന്നുള്ള സത്യമാണ്. പ്രത്യേകിച്ച് പെരുമ്പാവൂർ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഒരുപാട് തിങ്ങിപ്പറക്കുന്ന മേഖലയാണ്. അതിനപ്പുറം ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് പറയാൻ കഴിയും, നമ്മുടെ കുട്ടികൾ ഒരുപാട് ആളുകൾ ഇത്തരം സംഗതികൾക്ക് അടിമകളാണ്. നമ്മൾ പലപ്പോഴും ഈ പ്രണയത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ കുട്ടികളെ മറ്റു കാര്യങ്ങൾ, ഇതിനൊക്കെ പിന്നിൽ ലഹരി വലിയൊരു അടിസ്ഥാന വിഷയമായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഈ ബായി കോളനി എന്ന് പറയുന്ന പ്രദേശം വാഴക്കുളം പെരുമ്പാവൂർ എന്ന് പറയുമ്പോൾ പെരുമ്പാവൂർ നിയോജകമണ്ഡലം കുന്നത്തനാട് നിയോജകമണ്ഡലം അതിർത്തി പ്രദേശമാണ്. വാഴക്കുളം പഞ്ചായത്തിലെ 10ാം വാർഡാണ് ഇത്. ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ചിലപ്പോൾ ഒരു 3000 ആളുകൾക്ക് തെങ്ങി താമസിക്കാനുള്ള സ്ഥലം ഇവിടെ ഉള്ളൂ. പക്ഷേ ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നത് 10,000-ലധികം ആളുകളാണ് നിലവിൽ താമസിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതിലൊരു തൊഴിലാളികൾ ഇപ്പോൾ അതിൽ കുറവ് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ അനധികൃതമായ കെട്ടിടങ്ങളുടെ വലിയൊരു ബാഹുല്യം ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഒരു കെട്ടിടം ഒരു നില പണിതു, രണ്ടാമത്തെ നില അനധികൃതമായി പണിത് അത് ക്രമവൽക്കരിക്കാനുള്ളതുണ്ട്. പക്ഷേ അതല്ല, നിങ്ങളൊന്ന് ഇതിലൂടെ ഒരു ക്യാമറയായിട്ട് സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, നമ്മുടെ സർക്കാരിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ പൊതുവായിട്ടുള്ള തോടുകളുടെ മുകളിൽ പോലും കടകൾ കെട്ടിയുയർത്തി 2000-3000 രൂപക്കാണ് എന്തെങ്കിലും ഒരു ദിവസം അത് വാടക കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും വാടക കിട്ടണമെങ്കിൽ അവിടെ സാധാരണ ഒരു കച്ചവടം നടന്നാൽ ഇത്രയും വാടക കിട്ടില്ല. അത് ഉടമകൾക്കറിയാം. ഇവിടെ ഒരു 16ഓളം സ്ത്രീകളെ താമസിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു 16ഓളം മുറികളുള്ള റൂമുണ്ടായിരുന്നു. ഞങ്ങൾ കണ്ടെത്തിയതാണ്. അതിൽ പല ദേശക്കാരായ സ്ത്രീകളാണ്. ഏത് പ്രായത്തിലുള്ള സ്ത്രീകളെ നമുക്ക് വേണം. കുട്ടികൾ ഉൾപ്പെടെ അവിടെ വന്ന് അവർക്ക് പൈസക്ക് അനുയോജ്യമായ സ്ത്രീകൾ അവിടെ കിട്ടും. +2 പഠിക്കുന്ന കുട്ടികൾ, ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികൾ. ആ കുട്ടികളെ കാണിച്ചു കൊടുത്തുകൊണ്ട് ക്യാമറ സെറ്റപ്പോടുകൂടി CCTVയുടെ എല്ലാ സൗകര്യവും കൂടെ ഒരു വ്യഭിചാരശാല ഈ ബായ്ക്കൊള്ളിയുടെ ഉള്ളിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഇടപെട്ടത് പൂട്ടിച്ചു. വലിയ വരുമാനമാണ് അത്. ഒരാൾ മൊത്തം കോൺട്രാക്ട് എടുത്തേക്കാം, എത്രയോ 70,000-80,000 ഒക്കെ കോൺട്രാക്ട് എടുക്കുന്നു. അയാൾ പിന്നെ ആ വരുമാനം ഉണ്ടാക്കാനുള്ള എല്ലാ മാർഗവും ഇവിടെ കാണും. ഇവിടെ നിയമ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല, ആരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. ഇവിടെ ജനകീയമായി കണ്ണന്തറ എന്ന പ്രദേശത്തെ ആളുകൾ അവരുടെ സ്വൈര്യ ജീവിതത്തിന് ഈ ഒരു പ്രദേശം വലിയ ഭീഷണിയായി വളർന്നപ്പോഴാണ് അവർക്ക് വീട്ടിൽ സ്വസ്ഥമായി താമസിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായപ്പോഴാണ് ഇവിടെ ജനങ്ങൾ സംഘടിച്ചത്. ആ സംഘടിച്ചതിൻ്റെ ഒരു ഗുണം ഇപ്പോൾ ഇവിടെ ഉണ്ട് എന്നുള്ള സത്യമാണ്. കാരണം ഇപ്പോൾ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായി തൂഫാൻ തുടങ്ങി. പക്ഷെ അതിനു മുമ്പേ പെരുമ്പാവൂരിലൊരു തൂഫാൻ നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ സഹോദരൻ ഷെരീഫ് പുല്ലാട്ട്, ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷമിതയുടെ ഹസ്ബൻഡാണ്. അദ്ദേഹം ജയിലിൽ പോയി. ഈ ഒരു വിഷയത്തിൽ ഞങ്ങൾ അദ്ദേഹത്തോടൊപ്പം ഈ നാടും നാട്ടുകാരും എല്ലാം ഒന്നിച്ചു നിന്നു. ആ അന്നത്തെ ഒരു പ്രശ്നം ഞങ്ങളെ ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങൾ, നിയമ സംവിധാനം ഞങ്ങളെ കേൾക്കാൻ തയ്യാറായി. ഞങ്ങൾ യോഗം വിളിച്ചു, ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു. അത് ഇവിടുത്തെ SP ഉൾപ്പെടെയുള്ള സുദർശൻ സാർ ഉൾപ്പെടെയുള്ളവർ കേട്ടു. അതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് നടന്നത് ഇവിടെ വലിയൊരു മാറ്റമായിരുന്നു. ഇവിടെ ഈ പ്രദേശത്ത് നിന്ന് ഒരുപാട് ആളുകൾ ഒഴിഞ്ഞുപോയി. അനധികൃതമായി താമസിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന ഒരുപാട് ആളുകൾ ഒഴിഞ്ഞുപോയി എന്നുള്ള സത്യമാണ്. ഇങ്ങോട്ട് കുട്ടികളുടെ പ്രത്യേകിച്ച് ശനിയാഴ്ച ദിവസങ്ങളിലൊക്കെ ഹോസ്റ്റലിൽ താമസിക്കുന്ന വിദ്യാർത്ഥികൾ, അത് ആണും പെൺ വ്യത്യാസമില്ല, അവരൊഴുകുകയായിരുന്നു. കാരണം ലഹരി വസ്തുക്കൾക്ക് വേണ്ടി. അപ്പോൾ മലപ്പുറം സ്വദേശിയായ ഒരു പയ്യനെ ഞങ്ങൾ ഒരു ദിവസം ഇവിടെ നിന്ന് പിടിക്കുകയാണ്. അപ്പോൾ അവൻ പറഞ്ഞു, അവന് ഇൻസ്റ്റയിൽ കണ്ടിട്ട് വന്നതാണ്, ഇവിടെ വന്നാൽ പെണ്ണ് കിട്ടും. അവൻ തുറന്നു പറഞ്ഞു, അവൻ്റെ പിതാവ് ഗൾഫിലാണ്, നല്ല പൈസയുള്ള കുടുംബം, സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്, 22 വയസ്സേ ആയിട്ടുള്ളൂ. പക്ഷെ അവൻ പറഞ്ഞു ഇവിടെ വന്നാൽ പെണ്ണും
അതുപോലെ തന്നെ ലഹരി എനിക്ക് കിട്ടും. എൻ്റെ നാട്ടിൽ നിന്നാൽ എന്നെ മറ്റുള്ളവർ അറിയുള്ളൂ, പക്ഷെ ഇവിടെ വന്നാൽ കിട്ടുമെന്ന് പറഞ്ഞ് എന്നെ ഒരു ഓട്ടോറിക്ഷക്കാരനെ വിളിച്ചു പറഞ്ഞത് ബായ് കോളനിയിലേക്ക് മലപ്പുറത്ത് നിന്ന് ഒരു പയ്യൻ വന്നിട്ടുണ്ട്. ഞാൻ വന്നു, അവനെ നമ്മളിവിടെ ചോദ്യം ചെയ്തു, അവൻ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു, അവൻ്റെ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞ് അവനെ നമ്മൾ ഇവിടുന്ന് യാത്രയാക്കി. അതാണ് ഇവിടുത്തെ സംഭവം. ഇവിടെ എന്തും കിട്ടുന്നു. ഇതിന് സൗകര്യം ചെയ്തു കൊടുക്കുന്ന കുറേ ആളുകൾ ഇവിടെ ഉണ്ട്. കുറേ ആളുകൾ ഇവിടെ, എല്ലാവരും മോശക്കാരൊന്നുമല്ല. പക്ഷേ ഇതിൻ്റെ മേലെ അവർ സമ്പത്ത് വർദ്ധിപ്പിക്കുന്ന ഒരാളുണ്ട്. ഇപ്പോൾ ഇവിടെ അടുത്തൊരു സ്ത്രീയെ ചെറിയ കുട്ടികൾ പാക്കറ്റ് അയക്കുന്ന ഹെറോയിൻ ഉൾപ്പെടെ 10 ലക്ഷം രൂപ ഉൾപ്പെടെയാണ് ഇവിടുന്ന് ഒരു സ്ത്രീയുടെ കടയിൽ നിന്ന് പിടിച്ച്. അതിന് ഇവിടെ സപ്പോർട്ട് ചെയ്താരാണ്? ഇവിടുത്തെ ഒരു പോലീസുകാരനാണ്, ഈ നാട്ടിൽ തന്നെയുള്ള. ആ പോലീസുകാർ ഇപ്പോൾ സസ്പെൻഷനിലാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് എതിർപ്പുകളുണ്ട്. ഞാൻ ഇന്നലെ ഒരു പ്രമുഖ അഡ്വക്കേറ്റുമായി സംസാരിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞത്, അദ്ദേഹം ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് പൈസ കൊടുക്കുന്നത് ആരും ഇവിടെ പിടിക്കപ്പെടുന്നവരല്ല. അദ്ദേഹത്തിന് ബംഗാളിൽ നിന്നോ ആസാമിൽ നിന്നൊക്കെയാണ് പൈസ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലൊക്കെ ഇട്ട് കൊടുത്തതെന്ന് പറഞ്ഞാൽ. ഇവിടെ ഒരു ലഹരിയുമായി ഒരാളെ പിടിക്കപ്പെട്ടാൽ ആ കേസിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരാരാണ്? പെരുമ്പാവൂർ സ്റ്റേഷനിലോ പെരുമ്പാവൂർ എക്സൈസ് ഓഫീസിൽ നിങ്ങൾക്ക് ചെന്നാൽ ഏതാനും 1-2 വക്കീലുമാരാണ് ഇവർക്കെല്ലാം ഒത്താശം ചെയ്യുന്നത്. ഇവരതുകൊണ്ട് വളർന്ന് വലുതായിട്ടുണ്ട് ഈ നാട്ടിൽ. ഇവർ കെട്ടിപ്പൊക്കിയേക്കാണ്. ഈ നാട്ടിൽ തന്നെയുള്ള ആളുകൾ തന്നെയാണ്, പുറമേയുള്ള ആളുകളല്ല. എറണാകുളത്തുള്ള ആൾക്കാർ, പെരുമ്പാവൂർ താമസിക്കുന്ന ഏതാനും ചില അറിയുന്ന ആളുകൾ പോലും നമ്മൾ വക്കീലന്മാരെ മൊത്തം അടിച്ചാക്ഷേപിക്കില്ല. പക്ഷേ ഒരു പൊതു സംവിധാനത്തിൽ നിൽക്കുമ്പോൾ ഒരു നാടിന് അപകടകരമായി വരുന്ന ആളുകൾക്ക് സപ്പോർട്ട് ചെയ്യുന്നവരായിട്ട് നമ്മുടെ വക്കീലന്മാർ മാറരുത്. പക്ഷെ പലപ്പോഴും നിങ്ങൾ നോക്കിക്കുക, 1-2-3 അഡ്വക്കേറ്റുമാരാണ് പെരുമ്പാവൂരിൽ ഇത്തരം ലഹരി കേസുകൾ കൈകാര്യം ചെയ്യുന്നത്. അവർക്ക് കൃത്യമായിട്ട് വിവരം കിട്ടുന്നു, എത്ര പൈസ മുടക്കാൻ അവർ തയ്യാറാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മുടെ നിയമ സംവിധാനത്തിൻ്റെ ഒരു കുറവ്. ഇപ്പോൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞു, എന്താണ് നമ്മുടെ നിയമ സംവിധാനങ്ങളുടെ ഒരു കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിടിക്കപ്പെടുന്നവരൊക്കെ പെട്ടെന്ന് പുറത്തു പോകുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടുത്തെ MP തന്നെ പറഞ്ഞ, എൻ്റെ അടുത്ത പാർലമെൻറ്റ് സെക്ഷനിൽ ഫസ്റ്റ് സബ്മിഷൻ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട കേസുകളിലെ ഒരു സബ്മിഷനായിരിക്കും. ഇതിൻ്റെ അളവ് കുറയ്ക്കുക എന്നുള്ള വലിയ വിഷയമാണ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഇതര സംസ്ഥാന തൊഴിലാളികൾ മാത്രമൊന്നുമല്ലാട്ടോ കുഴപ്പക്കാർ. അവരുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന തദ്ദേശീയരായ ആളുകളുണ്ട്. അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കുന്ന കെട്ടിട ഉടമകളുണ്ട്. ഈ 2-3 ആഴ്ചകൾക്ക് പെരുമ്പാവൂരിൽ 6 റൂമിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ 2 വണ്ടിക്ക് എടുക്കാനുള്ള സാധനമുണ്ട്. എനിക്കൊരു എൻ്റെ വിദ്യാർത്ഥി അയച്ചു തന്നു. ഞാൻ പഴയ ഓൾഡ് സ്റ്റുഡൻറ്റാണ്. ഞാനത് ഇവിടുത്തെ ASP കൈമാറുന്നു. ASP രാത്രി 11 വരെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ വന്ന് പിടിച്ചു. പക്ഷേ അവർ നിസ്സാര സമയം കൊണ്ട് ഇറങ്ങിപ്പോവുകയാണ്. കാരണം നമ്മുടെ നിയമ സംവിധാനത്തിൻ്റെ വിഷയമാണ്. പക്ഷെ അന്നും അദ്ദേഹം ഇവർക്ക് പിടിക്കണമെന്നും മുന്നോട്ട് പോകണമെന്നൊക്കെ പോലീസ് സംവിധാനത്തിനുണ്ട്. പക്ഷേ നമ്മുടെ നിയമങ്ങളുടെ വലിയൊരു ന്യൂനത, അതൊരു അപര്യാപ്തതയാണ്. ആ ന്യൂനത മാറ്റാതെ ഇത് പൂർണ്ണമായിട്ടും മാറ്റാൻ കഴിയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ലഹരിക്ക് പിന്നിൽ, ലഹരിയോടൊപ്പം തന്നെ അനധികൃത കെട്ടിട ഉടമകളുണ്ട്. ഇവിടുത്തെ പെൺവാണിഭം വലിയൊരു പരിധിവരെ വളരാൻ ഇവർ സഹായിക്കുന്നുണ്ട്. ഇന്ന് പെരുമ്പാവൂരിൽ ഞാൻ തന്നെ ഒരു വീഡിയോ, ഒരു സ്ത്രീയുടെ വീഡിയോ ആഭ്യന്തരമന്ത്രിക്ക് കത്ത് മുഖാന്തരം അയച്ചിരുന്നു. അവരെ പോലീസ് സ്ഥിരം കാണുന്ന, പക്ഷെ പിടിക്കാൻ കഴിയില്ല. കാരണം അവരെ അടിവസ്ത്രത്തിൻ്റെ ഉള്ളിലാണ് ഇത് ഒളിപ്പിക്കുന്നത്. അവരെ പിടിച്ചു, കുറച്ച് ദിവസം കഴിയുമ്പോൾ അവരിറങ്ങാണ്. അവിടെ രക്ഷപ്പെടുത്താനുള്ള ആളുകൾ ഇവിടെയുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കാര്യം ഉറപ്പാണ്, എന്തെല്ലാം ഉണ്ടായാലും ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല കേട്ടോ. ഞാൻ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകനാണ്, അതിൻ്റെ ഒരു ഭാരവാഹിയാണ്. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, BJPക്കാരുണ്ട്, CPIക്കാരുണ്ട്, എല്ലാ പാർട്ടിക്കാരും ഞങ്ങളുണ്ട്. പക്ഷേ ഞങ്ങളിൽ ഇപ്പോൾ രാഷ്ട്രീയം കാണുന്ന ആളുകളുണ്ട്. പക്ഷെ ഞങ്ങൾ ഇതുകൊണ്ടൊന്നും തളരില്ല. ഞങ്ങളുടെ ചില ആളുകൾക്ക് പാളിച്ചകൾ പറ്റിയിട്ടുണ്ട്. ആ പാളിച്ചകൾ തിരുത്തി ഞങ്ങൾ മുന്നോട്ട് പോകും. കാരണം ഞങ്ങളുടെ തലമുറയെ, ഞങ്ങൾ ഇവിടുന്ന് പോയാലും ഈ നാട് ഇവിടെ നിലനിൽക്കണം. പക്ഷെ ഒരു കാര്യം സത്യമാണ്, ഇവിടുത്തെ ജനപ്രതിനിധികൾ ഒരു പരിധിവരെ ഞങ്ങളോടൊപ്പമാണ് ഉള്ളത്. എല്ലാ പ്രവർത്തനങ്ങൾക്കും അവരുണ്ട്. ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവർ മുന്നിൽ നിൽക്കാൻ ഇവിടുത്തെ ജനപ്രതിനിധികളുണ്ട് എന്നുള്ളത് വലിയൊരു ഞങ്ങളുടെ ഭാഗ്യമായി കരുതുകയാണ്. പെരുമ്പാവൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു പരിധിവരെ ഇപ്പോൾ കാര്യങ്ങൾ സ്മൂത്തായി പോകുന്നുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും പെരുമ്പാവൂർ മൊത്തം ക്ലീൻ ആയിട്ടില്ല. ഇതര സംസ്ഥാന തൊഴിലാളികൾ ഈ നാടിൻ്റെ നട്ടല്ല. ഇവിടുത്തെ പ്ലൈവുഡ് ഫാക്ടറികൾ, ആയിരക്കണക്കിന് കമ്പനികൾ ഇവിടെ ഉണ്ട്. ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ താമസിക്കുന്ന ആളുകളെക്കുറിച്ച് കൃത്യമായൊരു അറിവ് അതിൻ്റെ ഓണർമാർക്കുണ്ട്. എത്ര ആളുകളുണ്ട്, അവരെവിടെ നിന്ന്. പക്ഷേ അതിനപ്പുറം നിർമ്മാണ മേഖല, ഹോട്ടൽ മേഖല, അതല്ലാത്ത മേഖലകളിൽ ജോലിയെടുക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ വരുമ്പോൾ അവരെക്കുറിച്ച് കൃത്യമായ ധാരണയില്ല. അവരുടെ ഒരു രജിസ്റ്റർ നമുക്കില്ല. തൊഴിൽ വകുപ്പിന് പോലും അറിയില്ല ഇവിടെ എത്ര ആളുകളുണ്ടെന്ന്. ഇത് ഏകദേശ കണക്കാണ്. അപ്പോൾ അതിൻ്റേതായ ഇഷ്യൂസ് ഇവിടെ ഉണ്ട്. പക്ഷേ ഇവരെ ഉപയോഗിക്കുന്ന ഒരു വിഭാഗം തദ്ദേശീയരായ ആളുകൾ കൂടിയുണ്ട്. അവരെ കൂടി പൂട്ടാൻ കഴിഞ്ഞാലാണ് പൂർണ്ണമായിട്ടും നമുക്ക് ഒരു 80% ഇത് വിജയിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. നമ്മൾ സാധാരണഗതിയിൽ പെരുമ്പാവൂർ ഡ്രഗ്സ് ഹബ്ബ്, പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി പെരുമ്പാവൂർ പറ്റിയ സാമൂഹിക വിപത്തിനെ അഭിമുഖീകരിക്കുന്നുണ്ട്. എയ്ഡ്സ് രോഗം ഒരുപാട് പകരുന്നുണ്ട് എന്നുള്ള സത്യമാണ്. ഒന്ന്, ഇതര സംസ്ഥാനത്ത് നിന്ന് വരുന്ന പെൺകുട്ടികളെ ഉപയോഗിച്ചുള്ള ലൈംഗിക വ്യാപാരം ഇവിടെ നടന്നുകൊണ്ടിരിക്കുക.
നമ്മുടെ പെരുമ്പാവൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിനെ ഈ അടുത്ത് പുറത്തുവിട്ടൊരു കണക്കനുസരിച്ച് അവരെ കണക്ക് ഒരു 2025 ജനുവരി മുതൽ ഒരു വർഷത്തെ കണക്കിൽ 18 ആളുകളെ തന്നെ അവർ ക്യാച്ച് ചെയ്തിട്ടുണ്ട്, എയ്ഡ്സ് രോഗികൾ. പണ്ട് കാലത്ത് എയ്ഡ്സ് രോഗികൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പക്ഷേ ഇവരെ ക്യാച്ച് ചെയ്താൽ പോലും ഇവരൊന്ന് സുരക്ഷിതമായൊരു സ്ഥലത്തേക്ക് മാറ്റാനോ ചികിത്സ നടത്താനോ എന്ത് ചെയ്യുന്നില്ല, സംവിധാനങ്ങളില്ല എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ അത് രാജഗിരി ഔട്ട്റീച്ചുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലുമായൊക്കെ ബന്ധപ്പെട്ട് അത്തരം ചില പ്രവർത്തനങ്ങളൊക്കെ പെരുമ്പാവൂർ നടക്കുന്നത്. ഇത് നമ്മൾക്ക് രേഖകളിലുള്ളതാണ്. പക്ഷെ അതല്ലാത്ത 100 കണക്കിന് എയ്ഡ്സ് രോഗികൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് സത്യമാണ്. മൊത്തം കണക്ക് ഏകദേശം 4-5 വർഷത്തെ 38 എയ്ഡ്സ് രോഗികളാണ് ഇവിടെ കണ്ടെത്തിയത്. അപ്പോൾ ഈ 38 എന്ന് പറയുന്നത് 380 മാറാം. നമ്മൾ പെരുമ്പാവൂർ ടൗണിൽ ചെന്നാൽ നമ്മൾ പരസ്യമായ വ്യഭിചാരത്തിനുള്ള പെണ്ണുങ്ങൾ നടക്കണം. അവർ നമ്മളെ വില പറഞ്ഞാണ് കൊണ്ടുപോകുന്നത്. ചില ചാനലുകളൊക്കെ ലൈവായിട്ട് അവരുമായി ബന്ധപ്പെട്ട ഇൻ്റർവ്യൂ ഒക്കെ എടുത്തിട്ടുണ്ടായി. അപ്പോൾ ഇതൊരു വലിയ സാമൂഹ്യ വിപത്താണ്. ഇവിടുത്തെ +2 വിദ്യാർത്ഥി അതുപോലെ ട്രാൻസ്ജെൻഡറുമായിട്ടുള്ള ലൈംഗിക ബന്ധങ്ങൾ പെരുമ്പാവൂർ വർദ്ധിക്കുകയാണ്. എൻ്റെ അടുത്തൊരു പെരുമ്പാവൂരിൽ സബ് ഇൻസ്പെക്ടർ പറയുണ്ടായി, പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട വിഷയം +2 തലത്തിലുള്ള കുട്ടികൾക്ക് 200 രൂപക്ക് അവരെ കിട്ടും. ആർക്ക്? ഈ ട്രാൻസ്ജെൻഡേഴ്സിന് ഇവിടെ കിട്ടും. അവർ സത്യത്തിൽ പലപ്പോഴും എയ്ഡ്സ് രോഗിൻ്റെ വാഹകരായിരിക്കും. ഇതറിയുന്നില്ല. അദ്ദേഹം തന്നെ ഒരിക്കലും ഇവരെ പിടിച്ചാൽ കേസെടുക്കാൻ വകുപ്പില്ല. ഇതിലൊരു നിയമപരമായ ഇതില്ലല്ലോ. അപ്പോൾ എന്താ ചെയ്യുക? അവരുടെ കയ്യിലുള്ള മൊബൈലൊക്കെ ചിലപ്പോൾ അടിച്ചു പൊട്ടിക്കലല്ല, ആ ദേഷ്യം കൊണ്ട് വേറൊരു പണിയും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് ഒരു വലിയ സാമൂഹ്യ വിപത്തായിട്ട് നമ്മുടെ ഇവിടെ വളർന്നുകൊണ്ടിരിക്കുക. നമ്മുടെ പല കുട്ടികളും ഇതൊരു സുഖമാണ്. ആ സുഖം അനുഭവിക്കാൻ വേണ്ടി ഇത്തരം പെണ്ണുങ്ങളുടെ അടുത്ത് പോകുന്നു, ഇത്തരം എയ്ഡ്സ് ബാധിച്ച ആളുകളുടെ അടുത്തേക്ക് പോകുന്നു. അത് പിന്നീട് ഒരു വലിയ ഇഷ്യൂ ആയിട്ട് ഈ സമൂഹത്തിൽ മാറാൻ സാധ്യതയുണ്ട്. അതുകൂടി ഞങ്ങൾ വലിയ സാമൂഹ്യമായിട്ട് വലിയ ദുരന്തമായി പെരുമ്പാവൂരിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് പെരുമ്പാവൂരിൽ നടക്കുന്നത്. എന്തായാലും നിയമത്തിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തണം. എങ്കിൽ മാത്രമേ ഈ ചെറിയ മീനുകളെയൊക്കെ പിടിച്ച് അകത്തിട്ടാൽ വലിയ വമ്പൻ സ്രാവുകളൊക്കെ അകത്താവുകയുള്ളൂ. പെരുമ്പാവൂരിൽ നിന്നും DK ദിലീപിനോടൊപ്പം R. പിയൂഷ്, മറുനാടൻ മലയാളി.